ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര നിയമനമാണ്. അടിസ്ഥാന യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയാണ് വിവിധ തസ്തികകളിലേക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. റെഗുലർ അടിസ്ഥാനത്തിലാണ് നിയമനം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കേരള CMD വഴിയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1/1/2025 മുതലാണ്. 20/1/2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 101/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ VHSC MLT കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പോടുകൂടിയുള്ള +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി DMLT കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 35,600 മുതൽ 75,400 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1958 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST OBC PH വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 1+1 ആണ്. ഇനി ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും SC ST വിഭാഗക്കാർക്ക് 300 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. അടുത്തത് ക്ലർക്ക് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 102/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായി കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. 26,500 മുതൽ 60,700 രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1988 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC ST OBC PH കാൻഡിഡേറ്റ്സിനൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ വിഭാഗക്കാർക്ക് 500ഉം SC ST വിഭാഗക്കാർക്ക് 300 രൂപയുമാണ്. അടുത്തത് ക്ലർക്ക് തസ്തികയിലേക്ക് SC വിഭാഗക്കാർക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 201/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കണം. 26,500 മുതൽ 60,700 രൂപ വരെയാണ് സാലറി ലഭിക്കുക. 18 മുതൽ 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 2/1/1983 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. അടുത്തത് LD ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. SC വിഭാഗക്കാർക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 202/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗിലെ IMSc സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതല്ല. 2002 ജനുവരിക്ക് മുമ്പ് KGT ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിലുള്ള സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 41 വയസ്സ് വരെയാണ്. 2/1/1983 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. അടുത്തത് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. SC വിഭാഗക്കാർക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 203/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള മാസിയസ് ട്രെയിനിങ് കോഴ്സ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം.
സാലറി വരുന്നത് 27,900 മുതൽ 63,700 രൂപ വരെയാണ്. 18 മുതൽ 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. 2/1/1983 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 300 രൂപയാണ്. അടുത്തത് LD ടൈപ്പിസ്റ്റ് PH വിഭാഗത്തിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 301/2024 കാറ്റഗറി നമ്പർ വരുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. അതുപോലെ തന്നെ KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ടൈപ്പ് റൈറ്റിംഗിലെ IMSc സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നതല്ല. 2002 ജനുവരിക്ക് മുമ്പ് KGT ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിലുള്ള സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. 26,500 മുതൽ 60,700 രൂപ വരെയാണ് മന്ത്ലി സാലറി ലഭിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ജനറൽ വിഭാഗക്കാർക്ക് 500 രൂപയും SC/ST വിഭാഗക്കാർക്ക് 300 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ 6 മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയും സിഗ്നേച്ചറും JPG ഫോർമാറ്റിലായിരിക്കണം. ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് 200 KB താഴെയായിരിക്കണം. കൂടാതെ സിഗ്നേച്ചറിൻ്റെ സൈസ് 50 KB താഴെയുമായിരിക്കണം. മറ്റേതെങ്കിലും ഫോർമാറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നവരെ നിരസിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കത്തിടപാടുകളും ഇമെയിൽ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ അവർ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.